അപ്പം ഇന്ന് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഓൾറെഡി 10 ചെയിൻ സ്റ്റിച്ചസ്, അതായത് ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. 10 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് നമുക്ക് ഇനി ഒരു ഫസ്റ്റ് നമ്മൾ പറയും 1 to 10 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തതിൽ 10th അല്ല, പക്ഷെ സെക്കൻഡ് ലാസ്റ്റ് 9th ചെയിനിലാണ് നമ്മൾ ഇനി ഈ സിംഗിൾ ക്രോഷ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ലാസ്റ്റ് ചെയിനിലല്ല ചെയ്യേണ്ടത്, അതിന് തൊട്ട് മുമ്പിലുള്ള ചെയിനിലാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഹുക്ക് ആ ഒരു ചെയിനിന്റെ അകത്തേക്ക് നമ്മൾ കടത്തി. ഇപ്പൊ നമുക്ക് 2 ലൂപ്പ് നമ്മുടെ ക്രോഷേ ഹുക്കിൽ കിട്ടും. ഇനി നമ്മുടെ യാണിന് ഇതുപോലെ ഹുക്ക് കൊണ്ട് എടുത്ത് ഈ ഫസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ആ ഒരു ചെയിൻ ഫസ്റ്റ് ലൂപ്പ് ചെയിൻ അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്ത് ഇപ്പൊ വീണ്ടും നമുക്ക് 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ കിട്ടി. ഇനി നമുക്ക് യാൺ ഇതേപോലെ എടുത്ത് ഈ 2 എന്താ പറയാ ലൂപ്സിന്റെ ഉള്ളിൽ കൂടെയും പുറത്തേക്ക് എടുക്കുക. വളരെ എളുപ്പമാണ്. ഇതാണ് സിംഗിൾ ക്രോഷേ. ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് ഞാൻ ചെയ്യാം. നമ്മുടെ ഹുക്കിന് ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തു ഇതേപോലെ. ഇപ്പൊ വീണ്ടും നമുക്ക് 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ കാണാം. ഇനി ഇങ്ങനെ യാണിനെ എടുത്ത് ചെയിൻ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പൊ വീണ്ടും നമുക്ക് 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ കിട്ടി. ഇനി നമുക്ക് ഈ ക്രോഷേ ഹുക്ക് കൊണ്ട് നമ്മുടെ വർക്കിംഗ് യാണിനെ എടുത്ത് ഈ 2 ലൂപ്പിന്റെയും ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരണം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലും കൂടെ ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് കാണിക്കാം. നമ്മുടെ ഹുക്കിന് നെക്സ്റ്റ് ചെയിനിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തു, യാണിനെ എടുത്ത് ചെയിനിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 2 ലൂപ്പ് നമുക്ക് കിട്ടി. യാണിനെ ഇങ്ങനെ എടുത്ത് 2 ലൂപ്പിന്റെയും ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇനി ഞാൻ ഈ റോ മൊത്തം സിംഗിൾ ക്രോഷേ ചെയ്ത് കാണിച്ചു തരാം. നല്ല എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഒരു കൈവഴക്കവും ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാ ക്രോഷേ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാം. ഞാൻ ഈ എന്താ പറയാ ട്യൂട്ടോറിയൽ സെഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെറിയ ചെറിയ ക്രോഷേ പ്രൊജക്ട്സ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പൊ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഈ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ ക്രോഷേ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും വീട്ടിലോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ്